സ്വാലിഹീങ്ങളായ രണ്ട് ഭർത്താക്കന്മാരുടെ ഭാര്യമാരായിരുന്നു. ആരായ സാലിഹീങ്ങളായ ഭർത്താക്കന്മാര്? ശൈഖുൽ അംബിയാ നബി നൂഹ് അലൈഹിസ്സലാം, മഹാനായ സയ്യിദുനാ ലൂത്ത് നബി അലൈഹിസ്സലാം. പള്ളിയിലെ ഇമാമായിരുന്നില്ല. നൂഹ് നബിയുടെയും ലൂത്ത് നബിയുടെയും ഭാര്യമാര് രണ്ടുപേരും കാഫിറത്തുകളാണ്. അവര് നരകത്തിലാണ്. അവർ സകല കാഫിറത്തുകൾക്കും ഉപമയാക്കി അല്ലാഹു തആല പരിചയപ്പെടുത്തി. ഇവർ രണ്ടുപേരും ചെയ്ത തെറ്റെന്താ? ഖാനത്താഹുമാ, രണ്ട് പെണ്ണുങ്ങളും ഭർത്താക്കന്മാരെ ചീറ്റ് ചെയ്തു. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, അപ്പൊ നബിമാരുടെ ഭാര്യമാരും അങ്ങനെയാണോ? ഖാനത്താഹുമ എന്ന് പറഞ്ഞാൽ ഭാര്യമാര് ഭർത്താക്കന്മാരെ ചീറ്റ് ചെയ്തു, ചതിച്ചു, വഞ്ചകിമാരായി എന്ന് പറയുന്ന ആ അർത്ഥത്തിൽ നിങ്ങൾ കാണരുത്. തഫ്സീറുകൾ മുഴുവനും പറഞ്ഞിട്ടുണ്ട്, നബിമാരുടെ ഭാര്യമാർ ഒരിക്കലും അവരുടെ ശരീരം മറ്റൊരാൾക്ക് കൊടുക്കൂല. പിന്നെ ഈ രണ്ടുപേരും ചെയ്ത തെറ്റെന്താ? അത് കേൾക്കുമ്പോഴാണ് എന്റെയും നിങ്ങളുടെയും ഹൃദയം ഭയം കൊണ്ട് വിറയ്ക്കേണ്ടത്. നൂഹ് നബിയുടെ പ്രശ്നം എന്താണെന്നറിയോ? ഭാര്യയുടെ പ്രശ്നം. നൂഹ് നബിയുടെ ഭാര്യ, നൂഹ് നബി വലിയ പ്രസംഗം നടത്തും, ജനങ്ങളെ മുഴുവനും വിളിച്ചു കൂട്ടിയിട്ട് അല്ലാഹു ഏകനാണ്. നൂഹ് നബിയുടെ കാലത്താണല്ലോ വിഗ്രഹാരാധന തുടക്കം കുറിക്കുന്നത്, ശൈഖുൽ അംബിയ എന്നതുകൊണ്ട് അറിയപ്പെടുന്നത്. അപ്പോഴാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമത്തു ത്വയ്യിബ വരുന്നത്. ആ സമയത്ത് നൂഹ് നബി അലൈഹിസ്സലാം ഇങ്ങനെ വാചാലമായി പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോ ഭാര്യ നേരെ അവിടെ ചെല്ലും. എന്നിട്ട് അവിടെ ചെന്ന് മാറി നിന്നിട്ട് ഈ ആളുകളെടുത്ത് പറയും, മൂപ്പർക്കിപ്പോ കുറച്ച് നാളുകൊണ്ട് സുഖമില്ല, വട്ടാണ്, താങ്കളത് കേൾക്കാൻ നിൽക്കരുത്. ചെറിയൊരു തെറ്റല്ലേ ചെയ്തോളൂ. നൂഹ് നബി എന്ന എന്റെ ഭർത്താവിന് സുഖമില്ല, തലയ്ക്ക് വെളിവില്ലാത്തവനാണ്, നിങ്ങൾ എന്തിനാ ഇതൊക്കെ കേൾക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചു. ആ ഖിയാനത്താണ് ആ പെണ്ണ് ചെയ്തത്. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യയുടെ പ്രശ്നം എന്തായിരുന്നു? ലൂത്ത് നബിയുടെ ജനതയുടെ സ്വഭാവം അറിയാലോ. ഇന്ന് ഗവൺമെന്റുകൾ സപ്പോർട്ട് ചെയ്യുന്ന, കോടതികൾ പെർമിഷൻ കൊടുക്കുന്ന, എനിക്ക് വേണമെങ്കിൽ എത്ര വയസ്സായി? 34, 37. നമ്മൾ ഏകദേശം ഒരുപോലെ തന്നെ. എന്നാലും ഒരു വയസ്സ് കൂടുതൽ എനിക്ക്, 2 വയസ്സ്. അപ്പൊ എനിക്ക് വേണമെങ്കിൽ ഉസ്താദിനെ കല്യാണം കഴിക്കാം. എനിക്ക് ഉസ്താദിനെ കല്യാണം കഴിക്കാം. പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളെ കല്യാണം കഴിക്കാം, ആണുങ്ങൾക്ക് ആണുങ്ങളെ കല്യാണം കഴിക്കാം. എന്തൊരു നിയമമാണ്! എന്തൊരു നിയമമാണ്! നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇതെവിടെയായി പോകുന്ന ലോകം? പോക്ക് എങ്ങോട്ടായി പോക്ക്? അള്ളാഹു നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ലൂത്ത് നബിയുടെ ജനതയ്ക്ക് പെണ്ണുങ്ങൾ വേണ്ട, ആണുങ്ങൾ മതി. ഏതെങ്കിലും പ്രായം കുറഞ്ഞ ചെറിയ കൗമാരക്കാരായ കുട്ടികളെങ്ങാനും നൂഹ് നബിയുടെ, ലൂത്ത് നബിയുടെ വീടല്ലേ, പ്രവാചകന്റെ വീടല്ലേ, അവിടെ എങ്ങാനും വന്നാൽ അവിടുത്തെ ഈ സ്വഭാവ ദൂഷ്യമുള്ള കുറെ ചെറുപ്പക്കാരുണ്ട്. ഇന്നത്തെ പോലെ മൊബൈൽ ഇല്ലല്ലോ, വാട്സപ്പിൽ വന്നടാ കുറച്ച് കുട്ടികൾ എന്ന് പറയാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് ലൂത്ത് നബിയുടെ ഭാര്യയുടെ പണി എന്തെന്നറിയോ? പകലാണ് വരുന്നെങ്കിൽ ചപ്പ് ചവറ് കൂട്ടിയിട്ട് തീ കത്തിച്ചിട്ട് പുകയിട്ട് കാണിച്ചു കൊടുക്കും. അപ്പോഴറിയാൻ ദൂരെ നിൽക്കുമ്പോൾ പുകയുന്നുണ്ട്, ശരി ആരോ വന്നിട്ടുണ്ട്, ഓടി എവിടെ എത്തും, ഈ ചെക്കന്മാരെ കൊണ്ടുപോകും. രാത്രിയാണെങ്കിലോ ചപ്പ് ചവറ് കൂട്ടിയിട്ട് തീയിട്ട് കാണിച്ചു കൊടുക്കും. അവിടെ നിന്നൊരു പ്രകാശം വരുന്നുണ്ടല്ലോ, അപ്പൊ അവിടെ ചെറുക്കന്മാരെത്തിയിട്ടുണ്ട് എന്ന് ആ ഒരു സൂചന നൽകിയതിന്റെ പേരില് ഈ ഭാര്യ അല്ലാഹു തആല പരിചയപ്പെടുത്തി ഖാനത്താഹുമാ, ഖിയാനത്തുള്ളവളാണ്. ഇത് രണ്ടും പ്രവാചകന്മാര് ശക്തമായ എതിർപ്പ്. പക്ഷേ തെറ്റ് ചെറുതാകാം വലുതാകാം, ഭർത്താവിനെ ധിക്കരിച്ചു എന്നതിന്റെ പേരിൽ, അല്ലാഹുവിന്റെ നിയമം കാറ്റിൽ പറത്തി എന്നതിന്റെ പേരിൽ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ, ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ അവര് നരകത്തിലല്ലേ. ആ പെണ്ണുങ്ങളെ കൈപിടിച്ചുകൊണ്ട് റബ്ബേ എനിക്കെന്റെ ഭാര്യയെ തരണേ അല്ലാ എന്ന് നൂഹ് നബിയോ ലൂത്ത് നബിയോ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ കഴിയില്ല? ഇവിടെ ഭർത്താവിന്റെ പേരിൽ ഊറ്റം കൊള്ളുന്ന ഭാര്യമാരോട് പറയാനുള്ളത്, നിങ്ങളുടെ കയ്യിൽ രക്ഷപ്പെടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ, അമലുകളുണ്ടോ, നിങ്ങളത് ഉപയോഗിക്കുക. അല്ലാതെ ഭർത്താവിന്റെ കാര്യത്തിൽ പെരുമ പഠിച്ച് ഊറ്റം കൊണ്ട് നടന്നാ രക്ഷപ്പെടുമെന്ന് വിചാരിക്കുക
വിചാരിക്കണ്ട. ഇനി ഞാൻ പറയട്ടെ സഹോദരങ്ങളെ, ബന്ധങ്ങൾ തീരുന്നില്ലല്ലോ. ചിലര് പറയുന്നു എന്റെ വാപ്പാരം അറിയോ, എന്റെ വാപ്പാരം അറിയോ, എന്റെ വാപ്പയുടെ വാപ്പാരം അറിയോ. ഈ പേര് പറഞ്ഞിട്ട് നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ ഓരോ ആളുകളെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വന്തം വാപ്പ ഏറ്റവും നല്ല മനുഷ്യനാണെന്ന് കരുതിയിട്ട് മക്കൾക്ക് രക്ഷപ്പെടാതെ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? എന്നാ ഞാൻ ചോദിക്കട്ടെ, ഈ ജോലി പർവ്വതത്തിന്റെ മുകളിലെ കപ്പൽ നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുകയാ. ആളുകളെ കളിയാക്കി ഭാര്യ പറഞ്ഞത് എത്ര ശരിയാണ്. നോഹിന് ഭ്രാന്ത് തന്നെ. ഈ കപ്പൽ ഉണ്ടാക്കേണ്ടത് വെള്ളത്തിലല്ലേ? ഈ പർവ്വതത്തിന്റെ മുകളിൽ എന്തിനാ കപ്പൽ ഉണ്ടാക്കുന്നത്? അവസാനം അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരമല്ലേ പ്രളയം പൊട്ടി വന്നു. ആ സമയത്ത് പർവ്വതത്തിന്റെ മുകൾ വരെ വെള്ളം ഉയർന്നു. ആ സമയത്തല്ലേ പർവ്വതത്തിന്റെ മുകളിൽ കപ്പൽ നിർമ്മിച്ചതിന്റെ ഗുഡൻസ് പിടികിട്ടിയത്. അവിടെയാണ് നൂഹ് നബി അലൈഹിസ്സലാം തന്റെ പൊന്നുമോനെ വിളിച്ചത്. യാ ബുനയ്യർകം മഅനാ, വാടാ മോനെ വന്ന് കേറടാ കപ്പലില്. ആ സമയത്ത് എന്താ സംഭവിച്ചതെന്നറിയോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം വിളിച്ചപ്പോ ഈ മകൻ പറഞ്ഞു, ഇല്ല സാവി ഇലാ ജബലി യസ്മുനി, നിങ്ങൾ പൊയ്ക്കോ വാപ്പാ, ഞാൻ ആ പർവ്വതത്തിന്റെ മുകളിലെങ്ങാനും കയറി രക്ഷപ്പെട്ടോളാ. ആ സമയത്തിന് മോനോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അല്ലാഹുവിനെ വിളിക്കുന്നു നൂഹ് നബി അലൈഹിസ്സലാം. ഹൂദ് എന്ന സൂറത്തിൽ കാണാം, അല്ലാഹു പറയുകയാണ്, വനാദാ നൂഹു റബ്ബാ, നൂഹ് നബി പടച്ചോനെ വിളിച്ചു. ഫഖാല റബ്ബി ഇന്ന ബിനി മിൻ അഹ്ലി, അല്ലാഹുവേ എന്റെ മോനാണ് മുങ്ങിത്താരുന്നത്, അവൻ എന്റെ കുടുംബമല്ലേ, അഹ്ലു ബൈത്തല്ലേ അല്ലാ, അവൻ അഹ്ലു ബൈത്തല്ലേ അല്ലാ, എന്റെ മോനല്ലേ പടച്ചവനെ. അല്ലാ പറയുന്നു, ഖാല യാ നൂഹ് ഇന്നഹു ലൈസ മിൻ അഹ്ലിക, അത് നിന്റെ കുടുംബത്തിൽപ്പെട്ടവനല്ല നബിയേ, അങ്ങയുടെ കുടുംബത്തിൽപ്പെട്ടവനല്ല. ചോദിച്ചു, അല്ലാ അങ്ങനെ എങ്ങനെ പറയാൻ പറ്റൂ? എന്റെ ഭാര്യ പ്രസവിച്ചതല്ലേ, എന്റെ ഭാര്യയിൽ ഞാനല്ലേ എന്റെ രേതസ്കണങ്ങളെ നിക്ഷേപിച്ചത്. ആ സമയത്ത് അല്ലാഹു പറഞ്ഞു, ശരി തന്നെയാ നൂഹേ, ഇന്നഹു അമലുൻ ഗൈറു സാലിഹ്, അവന് സൽക്കർമ്മമില്ലല്ലോ, ഉണ്ടെങ്കിലല്ലേ നിങ്ങളുടെ മോനാവോ, അതുകൊണ്ട് നിങ്ങളുടെ അഹ്ലു ബൈത്തേ അല്ല എന്ന് പറഞ്ഞിട്ട് ആ മകൻ എന്താ സംഭവിച്ചത്? ചിത്രം മാറുകയാണ്. കാന മിനൽ മുഗ്റഖീൻ, ആ മകന് മുങ്ങി അങ്ങ് ചത്തുപോയെന്ന് ഖുർആൻ. വാപ്പ നബിയാണെന്ന് കരുതിയിട്ട് ഈ മകന് രക്ഷപ്പെടാൻ പറ്റുമോ? വാപ്പാടെ മഹത്വം പറഞ്ഞിട്ട് ഊറ്റം കൊള്ളുന്ന മക്കളെ, നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട് എങ്കിലേ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റൂ. അമലു സ്വാലിഹാത്ത് ഇല്ലാത്തത് കൊണ്ട് അല്ലാഹു നബിതങ്ങളോട് നൂഹ് നബിയോട് പറയുന്നു, നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടവനല്ല, കയ്യിൽ വല്ലതും ഉണ്ടാകണം എങ്കിലല്ലേ അവന് രക്ഷപ്പെടാൻ കഴിയുള്ളൂ. നമ്മുടെ കയ്യിലും ഉണ്ടാകണം പ്രിയപ്പെട്ടവരെ. ഇനി നേരെ തിരിച്ചു ചിന്തിക്ക്. ഞാനിപ്പോ എങ്ങനെ നടന്നാലും കുഴപ്പമില്ല, എന്റെ മോൻ ബാക്കവിയല്ലേ, എന്റെ പൊന്നുമോൻ കാസിമിയല്ലേ, എന്റെ മോൻ മന്നാനിയല്ലേ, എന്റെ മോൻ എന്താണ് കാശിഫിയല്ലേ, എന്റെ പൊന്നുമോന് അവിടെ പഠിച്ചവനല്ലേ, മിസ്ബാഹിയല്ലേ, എന്റെ പൊന്നുമോൻ അവിടെ പഠിച്ചു ഇവിടെ പഠിച്ചതല്ലേ, അപ്പൊ എന്നെന്തായാലും കൊണ്ടുപോകും. ആര് പറഞ്ഞു? അങ്ങനെ മകന് വാപ്പായെ കൊണ്ടുപോകണമെങ്കിൽ ആരെ കൊണ്ടുപോകണമെന്നറിയോ? ആരാ? ഖുർആനിൽ തെളിവുണ്ട്. അവിടെയും മകന് വാപ്പാടെ കൈ പിടിച്ച് പോകണമായിരുന്നെങ്കിൽ ഉപദേശിച്ച് നന്നാകാത്തൊരു വാപ്പ, വിഗ്രഹ ആരാധകൻ മാത്രമല്ല, വിഗ്രഹ കച്ചവടക്കാരൻ മാത്രമല്ല, വിഗ്രഹ നിർമ്മാതാവ്, അതിന്റെ പ്രൊഡ്യൂസർ കൂടെ. അവസാനം ഉപദേശിച്ച് ഒരു രക്ഷയില്ല. ആ സമയത്ത് വാപ്പ പ്രിയപ്പെട്ട മകനെ വാപ്പയോട് പറഞ്ഞു, വാപ്പ ഞാൻ നിങ്ങൾക്ക് ദുആരക്കാം, നിങ്ങൾ അല്ലാഹു രക്ഷപ്പെടുത്തും, ഞാൻ ദുആ ചെയ്തു, നിങ്ങൾക്ക് പാവമൃത്ത് കിട്ടിയാ പോരെ, ഞാൻ നോക്കിക്കോളാം. ആരാ പറയുന്നത്? അള്ളാന്റെ ഖലീൽ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം. അല്ലാഹു തആല സൂറത്ത് തൗബയിലൂടെ പരിചയപ്പെടുത്തുകയാണ്, ഇബ്രാഹിം നബി വാപ്പാക്ക് വാക്കൊക്കെ കൊടുത്തു, ഞാൻ ദുആരന്നോളാം. പക്ഷേ ആ വാപ്പായം കൊണ്ട് സ്വർഗ്ഗത്തിൽ പോകാമെന്നുള്ള മോഹം ഇബ്രാഹിം നബി തൽക്കാലം അങ്ങ് മാറ്റി വെച്ചാൽ മതി. അല്ലാഹ് പറയാണ്, വമാ കാന ഇസ്തിഗ്ഫാറു ഇബ്രാഹിം ലിഅബീഹി ഇല്ലാ അമ്മാ ഇബ്രാഹിം
ഇബ്രാഹിം നബി വാപ്പാക്ക് വേണ്ടി പൊറുക്കലിനെ തേടിയത് അത് വാപ്പാക്ക് കൊടുത്ത വാക്കാണ്. ഫലമ്മാ തബയ്യന ലഹു അന്നഹു അദുവ്വുൻ ലില്ലാഹ്, അല്ലാഹുവിന്റെ ശത്രുവാണ് വാപ്പ എന്ന ബോധ്യം മോന് വന്നപ്പോ തബറഅ മിൻഹു, അതിൽ നിന്ന് ആ ഇബ്രാഹിം എന്ന മകൻ ഒഴിവായി. പിന്നെ ദുആ എന്നിട്ടില്ല. സൂറത്ത് തൗബ 114. അപ്പോ മകൻ നല്ലവനാണ്, നിങ്ങൾക്ക് എന്ത് ഗുണം? വാപ്പ നല്ലതാണ്, നിങ്ങൾക്ക് എന്ത് ഗുണം? ഭാര്യ നല്ലവളാണ്, നിങ്ങൾക്ക് എന്ത് ഗുണം? ഭർത്താവ് നല്ലവനാണ്, പെണ്ണുങ്ങൾക്ക് എന്ത് ഗുണം? എന്താ വേണ്ടത്? കയ്യിൽ എന്തെങ്കിലും ഉണ്ടാകണം. അതാണ് പറഞ്ഞത്, നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, അല്ലാതെ കുടുംബ ബന്ധങ്ങൾ പറഞ്ഞിട്ട് ഊറ്റം കൊള്ളലല്ല. നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? ഞാൻ ചോദിക്കട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കയ്യിൽ ഈ ഊറ്റം പറച്ചിലുണ്ടല്ലോ, അത് ഇതൊരു മനുഷ്യന്റെ സഹജമായ സ്വഭാവമാണ്. 5 ഘട്ടങ്ങളാണ് മനുഷ്യർക്കുള്ളത്. ഉസ്താദേ, നമ്മളൊക്കെ 4ാം ഘട്ടത്തിലെത്തി കേട്ടാ, അല്ല 5ലായെന്നാ തോന്നുന്നത്. 5 ഘട്ടങ്ങളുണ്ട് ഒരു മനുഷ്യൻ. ഏതൊക്കെയാ? ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം. ശൈശവം എത്ര വയസ്സ് വരെയാണ്? ശിശു എന്ന് പറയുന്നത് മുലപ്പാല് കുടിക്കുന്ന പ്രായം. ജനിച്ചത് മുതൽ 2 വയസ്സ് വരെ. അൽവാലിദ, പിന്നെ അൽവാലിദാത്തു യുർലൈന ഔലാദഹുന്ന ഹൗലൈനി കാമിലൈൻ. 2 years, 2 കൊല്ലമാണ് ശിശു, ശൈശവം. അത് കഴിഞ്ഞാലോ? അത് കഴിഞ്ഞാൽ മീശ മുളയ്ക്കുന്ന പ്രായം, ഋതുമതിയാകുന്നതിന് മുമ്പുള്ള, മെച്ചൂരിറ്റി എത്തുന്നതിന് മുമ്പുള്ള പ്രായം. 9 വയസ്സ് കൂട്ടിക്കോ, അതാണ് ബാല്യം. അത് കഴിഞ്ഞാൽ പ്രായപൂർത്തി എത്തുന്ന, അല്ലെങ്കിൽ 18 വയസ്സ് വരെ കൗമാരം. 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയാണ് യൗവനം. 3 കൊല്ലം കൊണ്ട് പേടിക്കണ്ട. യൗവനം 40 വയസ്സ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ്? വാർദ്ധക്യം. നമ്മൾ അതിന് കൊടുത്ത പേര് എന്താണ്? മധ്യവയസ്കൻ, അല്പം കൂടെ അപ്പുറത്തുള്ളവര്, ഇനി കൂടെ അപ്പുറത്തുള്ളവര്. ഇപ്പൊ ആരെയും തിരിച്ചറിയാൻ പറ്റില്ലല്ലോ. എല്ലാവർക്കും വീട്ടിൽ 2 ബ്രഷാ. ഭാര്യമാർക്കൊക്കെ നന്നായിട്ട് അറിയാം, 2 ബ്രഷ് ഉണ്ട് ഭർത്താവിന്. ഒന്ന് രാവിലെ പല്ല് തേക്കാൻ, പിന്നെ വേറൊരു സാധനം കൊണ്ട് തേച്ചിട്ട് ഇങ്ങനെ മീശ കറുപ്പിച്ച് എല്ലാം റെഡിയാക്കി. ഇപ്പൊ ഭാര്യമാരെ തന്നെ എല്ലാം ചെയ്തു കൊടുക്കുക. ചെയ്തോട്ടെ. പക്ഷെ ഒരു കാര്യം നമ്മൾ അറിയണം, ഈ 5 ഘട്ടങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ? ശൈശവത്തിൽ എന്താണ് ഒരു കുഞ്ഞിന്റെ വീക്ക്നെസ്? 2 വയസ്സ് വരെ എന്താണ് വീക്ക്നെസ്? കളിയാണ്. എപ്പോഴും കളിയാണ്. പാമ്പടഞ്ഞു വരുമ്പോ എന്ത് ചെയ്യും? അതെടുത്ത് വളഞ്ഞ് തോളത്തിടും. അറിയില്ലല്ലോ 2 വയസ്സ് വരെ എന്താ ചെയ്യുന്നത്. കളിയാണ്, എല്ലാത്തിനും കളിയാണ്. പള്ളിയിൽ കൊണ്ടുവന്നാലും കളി, എല്ലാം കളിയാണ്. 2 വയസ്സ് മുതൽ 9 വയസ്സ് വരെയുള്ള ആ ബാല്യത്തിൽ പിന്നെ വിനോദമാണ്. വിനോദം എന്ന് പറഞ്ഞാൽ വാപ്പാട ബൈക്കിന്റെ പുറത്തിരുന്ന് പോകണം, വാപ്പാട തോളത്തിരുന്ന് പോകണം, കടയിൽ പോകുമ്പോ കൊണ്ടുപോകണം, കളിക്കളത്തിൽ പോകുമ്പോ കൊണ്ടുപോകണം, എല്ലാ സ്ഥലത്ത് കമ്മിറ്റിയിൽ പോകുമ്പോൾ കൊണ്ടുപോകണം. ഇതൊക്കെയാണ് ഒരു ബാലന്റെ ആഗ്രഹം. ചാപല്യം, ബാലചാപല്യം എന്നാണ് അതിന് പറയുക. അത് കഴിഞ്ഞ് 9 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള ആ കൗമാരത്തിൽ എവന്റെ ജോലി എന്തെന്നറിയോ? അഴകാകലാണ്. എപ്പോഴും മീശ വെട്ടി ഒതുക്കുക, കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുക, എപ്പോഴും ഇങ്ങനെ ദാടി വന്നാടി നോക്കുക, മീശ കിളിച്ചോന്ന് നോക്കുക. പെണ്ണാണെങ്കിൽ ഡ്രസ് ഇട്ടാൽ നിലക്കണ്ണാടിയുടെ മുമ്പിൽ അങ്ങനെ നോക്കുക, ഇങ്ങനെ നോക്കുക. പിന്നെ ആ ഒരു സൗന്ദര്യമാണ് അവരുടെ സങ്കല്പം. അത് കഴിഞ്ഞ് 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള ഈ ഒരു മനുഷ്യന്റെ അവസ്ഥ എന്താണെന്നറിയോ? പ്രൗഢി. എങ്ങനെ വലിയ വീട് വെക്കാം, എങ്ങനെ നല്ല വണ്ടി എടുക്കാം, എല്ലാരെക്കാളും നല്ല വണ്ടി എനിക്ക് വേണം, എല്ലാരെക്കാളും നല്ല ഡ്രസ്സ് ഞാൻ ഇടണം, നല്ല ചപ്പൽ വേണം, നല്ല വീട് വെക്കണം, നല്ല ഓഫീസായിരിക്കണം, അങ്ങനെയുള്ള പ്രൗഢി. സുബ്ഹാനല്ലാഹ്. 40 കഴിഞ്ഞാൽ എവിടം വരെ ഞാൻ പിന്നെ പറഞ്ഞുതരാം. 40 കഴിഞ്ഞാൽ പിന്നെ ഈ മനുഷ്യന്റെ സ്വഭാവം അങ്ങ് മാറും. എന്താണെന്നറിയാമോ? അവന്റെ ജോലി അതെന്റെ മോക്കുള്ളതാ. ഇത്രയും എന്റെ മൂത്ത മോന്റെ. അവിടെ 1 ഏക്കർ എന്റെ ഇളയ മോക്കുണ്ട്, ഇവിടെ 2 ഏക്കർ എന്റെ മൂത്ത മോന് ഞാൻ കൊടുത്തതാ. അവൻ പിന്നെ വിറ്റ് തൊലച്ചു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പ്രൗഢി പറയൽ.
ഇങ്ങനെ പെരുമ പറച്ചു. എനിക്ക് അവിടെ അതുണ്ട്, ഇവിടെ അതുണ്ട്, ഇതുവഴി ഓടുന്ന എല്ലാ വണ്ടി എന്റേതാണ്, ഈ കടകളൊക്കെ എന്റേതായിരുന്നു ഒരു കാലത്ത്. എന്നോ ആയിരുന്നു. അതൊക്കെ ഇപ്പോഴും പെരുമ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇത്രയും നിങ്ങളുടെ മനസ്സിലുണ്ടല്ലോ. ശൈശവം, കളി, ബാല്യം, വിനോദം, കൗമാരം, അഴകാകൾ, യൗവനം, പ്രൗഢി, വാർദ്ധക്യം, പെരുമ പറച്ചിൽ. ഇനി നിങ്ങൾ വായോ വിശുദ്ധ ഖുർആൻ. ഇഅ്ലമൂ അന്നമൽ ഹയാത്തുദ് ദുനിയാ. അറിയണേ ഖുർആൻ ഇഅ്ലമൂ എന്ന് പറയേണ്ട കാര്യമില്ല. പക്ഷേ ഇഅ്ലമൂ എന്ന് എവിടെ ആയത്തിൽ അല്ലാഹ് പറഞ്ഞിട്ടുണ്ടോ അതിനുശേഷം പറയുന്ന കാര്യത്തിന്റെ ഗൗരവത്തിലാണ്. അറിയണേ അന്നമൽ ഹയാത്തുദ് ദുനിയാ. ഈ ദുനിയാവെന്ന് പറഞ്ഞാൽ ലഇബുൻ വലഹുൻ വസീനത്തുൻ വതഫാഖുറുൻ ബൈനകും വതകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ്. അല്ലാഹുവിന്റെ തർതീബ് നോക്കണേ. ഈ ദുനിയാവെന്ന് പറഞ്ഞാൽ ലഇബുനത് കളിയാണ്, ശൈശവം. പിന്നെ പറയുന്നു ലഹുവന്, അത് ബാല്യമാണ്, വിനോദമാണ്. പിന്നെ പറയുന്നു സീനത്തുന്നത് കൗമാരമാണ്, അഴകാകല. പിന്നെ പറയുന്നു അത് യുവത്വമാണ്, നിങ്ങൾ തമ്മിൽ പ്രൗഢി നടിക്കലാണ്. പിന്നെ വാർദ്ധക്യം പറഞ്ഞു നിങ്ങൾ പെരുമ പറച്ചിലാണ്. എന്റെ വാപ്പ അതായിരുന്നു, എന്റെ ഉമ്മ ഇതായിരുന്നു, എന്റെ മക്കൾ അങ്ങനാണ്, എന്റെ ഭാര്യ അവിടത്തെ കാര്യ. ഇത് പറഞ്ഞ് പെരുമ പറഞ്ഞ് അല്ലാഹ് പറയുകയാണ്. എവിടം വരെ പറയുമെന്നറിയോ? ഇനി ഒരു എന്തുള്ളത് എവിടെയാണ്? ഒരേ ഒരു സ്ഥലത്തേക്ക് ഇതിന്റെ എന്തുള്ളൂ. ഇതിന്റെ അവസാനം ഒരു സ്ഥലത്താണ്. അല്ലാഹ് പറയുമ്പോ എവിടം വരെ നിങ്ങൾ ഈ പെരുമ പറയുമെന്നറിയോ? ഐസിയുവിൽ കിടക്കുമ്പോ, വെന്റിലേറ്ററിൽ കിടക്കുമ്പോ പോലും പൊന്നുമോനെ നീ പറയുന്നത്, പ്രിയപ്പെട്ട ഉപ്പ ഐസിയുവിൽ ചെന്ന് വാപ്പയെ കാണാനൊരവസരം കിട്ടിയാൽ 4 മണി മുതൽ 5 മണി വരെ വാപ്പയെ കാണാ ഐസിയുവിലാണ്. അങ്ങനെ വാപ്പയുടെ അടുക്കലേക്ക് ചെന്നു. വാപ്പ പതുക്കെ മാസ്ക് ഒക്കെ എടുത്തിട്ട് ചോദിക്കുന്ന ചോദ്യം നിനക്ക് സുഖമാണോന്നല്ല, മോനെ എന്നെവിടെ നിന്ന് കൊണ്ടുപോടാ എന്നല്ല. വാപ്പ ഐസിയുവിൽ കിടന്നിട്ട് ചോദിക്കുന്നത് കടയിൽ കച്ചവടമുണ്ടോ, കട തുറന്നോ, എല്ലാ സ്ഥലത്തെയും കണക്ക് കറക്റ്റായി നോക്കുന്നുണ്ടോ? ഇതെവിടം വരെയാണ്? നീ ഖബറിലേക്ക്, എരുമേലി ജമാഅത്തിന്റെ ഖബർസ്ഥാനിലേക്ക് നിന്നെ കൊണ്ടുവെക്കുന്നത് വരെ ഈ പെരുമ പറച്ചിൽ നിനക്കുണ്ടെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. സഹോദരങ്ങളെ, അതുകൊണ്ട് ഊറ്റം കൊണ്ട് പെരുമ പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കാനുള്ളതല്ല. ഭാര്യ ഭർത്തൃ ബന്ധത്തെ ഊഷ്മളമാക്കണം. അതുപോലെ തന്നെ കുടുംബ ജീവിതത്തെ ഏറ്റവും നല്ല നിലയിലെത്തിക്കണം. എന്നിട്ട് ബന്ധങ്ങൾ തകരാതെ സൂക്ഷിക്കണം. ആ ബന്ധങ്ങൾ നമ്മൾ കാത്തു സൂക്ഷിക്കണം. ഏതുവരെ? അതാ ഞാൻ പറഞ്ഞതിന്റെ അവസാനം ഇതിനെ കണക്ട് ചെയ്യാമെന്ന് അല്ലാഹ് പറഞ്ഞല്ലോ. ജന്നാത്തു അദ്നിൻ യദ്ഖുലൂനഹാ വമൻ സലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുരിയാതിഹിം. അല്ലാഹ് പറയുന്നു, നീ നാളെ സ്വർഗ്ഗത്തിൽ പോകുമ്പോ നീ മാത്രമല്ല പോകേണ്ടത്, പിന്നെയോ ജന്നാത്തു അദ്നിൻ, ഏദൻ തോട്ടത്തിൽ നീ പോകേണ്ടത്. അല്ലാഹ് പറയുകയാണ് യദ്ഖുലൂനഹാ, അവനെ അല്ലാഹ് പ്രവേശിപ്പിക്കുന്നു, അവനെ മാത്രമാണ്. വമൻ സലഹ മിൻ ആബാഇഹിം, അവന്റെ വാപ്പ എല്ലാ മാതാപിതാക്കളെയുമല്ല. അല്ലാഹ് പറഞ്ഞത് വമൻ സലഹ എന്ന കലിമത്ത് കൂടെ പറഞ്ഞു. ഈ മാതാപിതാക്കളിൽ നിന്ന് നല്ലവരെ കേറ്റും. ഇണകൾ ഭാര്യയും ഭർത്താവുമാകട്ടെ, അവരിൽ നല്ലവരെ കേറ്റും. സന്താനങ്ങളിൽ വമൻ സലഹയെ കേറ്റും എന്ന് പറഞ്ഞ സൽക്കർമ്മമുള്ളവരെ. അപ്പൊ സ്വർഗത്തിൽ വാപ്പുണ്ട്, ഉമ്മുണ്ട്, ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, മക്കളുണ്ട്. അങ്ങോട്ട് നോക്കിയ പരമ്പര മുഴുവനുണ്ട്, താഴോട്ട് നോക്കിയ പരമ്പര മുഴുവനുണ്ട്. ഞാനും എന്റെ പെണ്ടാട്ടി തട്ടാനും
എന്ന് പറഞ്ഞാൽ കെട്ടിയവനും കെട്ടിയോളും കുട്ടിയോളും എല്ലാരും ഓക്കെയാണ്. പക്ഷേ അള്ള വെച്ച നിബന്ധന ഒന്ന്, വമൻ സ്വലഹ. അതാ ഞാൻ പറഞ്ഞത്, ഊറ്റം കൊള്ളണ്ട. കയ്യിൽ എന്തുണ്ട്, എന്ത് കയ്യിലുണ്ട് എങ്കിലും രക്ഷപ്പെടാൻ കഴിയും. അല്ലാതെ അവർക്ക് അതിന്റെ ഇതുണ്ട്, അവർക്കുണ്ടെങ്കിൽ അവർ രക്ഷപ്പെട്ടു. തിൽക ഉമ്മത്തുൻ ഖദ് ഖലത് ലഹാ മാ കസബത് വലക്കും മാ കസബതും വലാ തുസ്അലൂന അമ്മാ കാനൂ യഅമലൂൻ. നിങ്ങളോട് അതിനെപ്പറ്റി ഒരു ചോദ്യം ഉണ്ടാവൂല. വാപ്പ ചില ആളുകളൊക്കെ പറയുന്നത് എന്താ, ഈ അടുത്ത സമയത്ത് ആരോ പറയുന്നത്, നമ്മുടെ കാര്യം നമ്മൾ നോക്കുക. നല്ലതാണ് 100 പേര് മരണപ്പെടുന്ന സമയത്ത് 100 പേര് മയ്യിത്ത് നിസ്കരിക്കാനുണ്ടെങ്കിൽ പാവം പൊറുക്കുന്നൊക്കെ ഹദീസുണ്ട്, നിഷേധിക്കുന്നില്ല. പക്ഷേ ചില ആളുകളൊക്കെ പറയും, മരിച്ചാൽ അള്ളാഹ് കുറെ ആളുകൾ നിസ്കരിക്കാൻ പറഞ്ഞ ആഗ്രഹമാണ്. പക്ഷേ ഞാൻ മരിച്ചുപോയി, ആരും നിസ്കരിക്കാൻ വന്നില്ലെങ്കിൽ എനിക്കെന്താ പ്രശ്നം? എനിക്കെന്ത് പ്രശ്നം? നിസ്കരിക്കേണ്ടത് ആരുടെ ജോലിയാ? ഫർള് കിഫായ ആർക്കാ? എന്റെ ജോലിയല്ല. എനിക്ക് മരിച്ചു കൊടുക്കലേ ഉള്ളൂ. ബാക്കിയൊക്കെ ജീവിച്ചിരിക്കുന്നവരുടെ ജോലിയാ. വേണോ നിസ്കരിച്ചാൽ ആര് നിസ്കരിച്ചാലും നിങ്ങൾക്ക് കിട്ടും അടി. ആരെങ്കിലും നിസ്കരിച്ചാൽ നിങ്ങളെല്ലാവരും രക്ഷപ്പെട്ട്. എനിക്ക് അവിടെ ഒരു പ്രശ്നമില്ല. ഞാൻ മരിച്ചു, ആരും എന്നെ നിസ്കരിക്കാനില്ല. എനിക്കെന്ത് കുഴപ്പം? എന്നെ ആരും എടുത്ത് അടക്കിയില്ല. എന്താ പ്രശ്നം? മരിച്ച തീർന്നില്ലേ? റൂഹുമായിട്ടല്ലേ പിന്നെ ബന്ധമുള്ളത്? ആരും അടക്കിയില്ല. അടക്കണ്ട, വേണമെങ്കിൽ അടക്കിക്കോ, വേണമെങ്കിൽ അടക്കിക്കോ. അടക്കുന്ന നിങ്ങളുടെ ജോലി. ആരെങ്കിലും ഒരാളെടുത്ത് കുഴിച്ചിട്ടാൽ നിങ്ങൾ എല്ലാവരും രക്ഷപ്പെട്ട്. ആരും ചെയ്തില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും, അതിലൊരു സംശയമില്ല. അപ്പൊ എനിക്ക് എന്തുണ്ട്? ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ. അല്ലാതെ ഞാൻ മരിച്ചാൽ എരുമേലി മൊത്തം ബ്ലോക്കായി കൊള്ളാം. കുറെ ആളുകൾ വന്ന് അത്രയും ദുആ കിട്ടും, ആമീൻ കിട്ടും. പക്ഷേ അതിനപ്പുറത്ത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പണ്ട് 27 രാവിലെ മരിച്ച കൂലുണ്ടെന്നും പറഞ്ഞ് ഒരാള് തൂങ്ങിച്ചത്തു. 27 രാവല്ലേ, നല്ല ദിവസം, ലൈലത്തുൽ ഖദർ വരുന്ന ജിബ്രീൽ ഇറങ്ങി വരുമ്പോ ഞാൻ തൂങ്ങിയിരിക്കാം, നല്ല രംഗമല്ലേ എന്നും പറഞ്ഞ് തൂങ്ങി. രക്ഷപ്പെടോ? ഞാൻ ഉള്ള കാര്യം പറഞ്ഞ് ചിരിക്കാൻ പറയുന്നതല്ല. അതുകൊണ്ട് മതബോധം നമ്മുടെ വീട്ടിൽ, കുടുംബത്തിൽ ഉണ്ടാക്കിയെടുക്കണം. മതബോധം. ഞാൻ പ്രസിഡന്റിന്റെ വീട്ടിൽ നിന്നാ ഭക്ഷണം കഴിച്ചത്. പ്രസിഡന്റിന്റെ വീട്ടിൽ നിന്നാണ് ഞാൻ ഇശായും മഗ്‌രിബും കൂടെ ജമ്മാക്കി നിസ്കരിച്ചത്. അവിടെ ഞങ്ങൾ 2 പേരുണ്ട്, 2 പേർക്ക് 2 മുസല്ല. ഒത്തിരി ബാത്റൂം, വാഷ്റൂം, ഒന്നു കൊടുക്കാൻ എവിടെ വേണോ പോവാം. ഞാനൊരു വീട്ടിൽ ഒരിക്കൽ ചെല്ലുമ്പോ ഞാൻ ചോദിച്ചു, ഞാന് ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ പറഞ്ഞു, സ്ഥലം പറയില്ല. അപ്പോ ഞാൻ പറഞ്ഞു, ഒന്ന് നിസ്കരിക്കണമായിരുന്നു, പള്ളി അടുത്തില്ല. അപ്പോ നിസ്കരിച്ചിട്ട് പരിപാടിക്ക് പോകാം, അപ്പൊ ഒരു മുസല്ല തരണമെന്ന് പറഞ്ഞു. അവരെവിടെ നിന്നൊക്കെയോ തപ്പിയെടുത്തൊരു മുസല്ല കൊണ്ടുവന്നു. നോക്കുമ്പോൾ എലി കറണ്ടി 4 ഭാഗത്ത്, മധ്യഭാഗത്ത് മാത്രമുള്ള ഒരു മുസല്ല. ആ മുസല്ല കൊണ്ടുവന്നു. കിബില അറിയണ്ടേ നമുക്ക്? ഇതിനെപ്പറ്റി ഒരു ധാരണ ഇല്ലല്ലോ. ഞാൻ ചോദിച്ച കുടുംബനാഥനോട് ചോദിച്ചു, കിബില എങ്ങോട്ടാണ്? അപ്പൊ എന്നോട് പറഞ്ഞു, ഓ അങ്ങനെയൊന്നുമില്ല, ചിലപ്പോ ഇങ്ങനെ നിൽക്കും, ചിലപ്പോ ഇങ്ങനെ നിൽക്കും. അപ്പൊ ചിലപ്പോ ഇങ്ങനെ നിൽക്കും, ചിലപ്പോ ഇങ്ങനെ നിൽക്കും. നമ്മുടെയൊക്കെ വീടിന്റെ അവസ്ഥ ഇതാണ്. എരുമേലി ടൗണിൽ നിന്ന് നേരെ ചെന്ന് റാന്നി അല്ലെങ്കിൽ കോന്നി ഇല്ലെങ്കിൽ പത്തനംതിട്ട, നല്ല സ്ട്രൈറ്റ് റോഡ്, നല്ല റോഡ്. ആ റോഡിലേക്ക് രാത്രി നമ്മൾ ചെല്ലുമ്പോ ഒരു വലിയ ടാങ്കർ ലോറി ഇതാ ബ്രേക്ക് ഡൗൺ ആയി കിടക്കാൻ, ചലിക്കുന്നില്ല. ഡ്രൈവറോട് ചോദിച്ചു, എങ്ങോട്ടാ? അത് അഞ്ചലും ആയൂരിലും ഒക്കെ എണ്ണ കൊടുക്കാൻ വേണ്ടി പോവാൻ 2-3 പമ്പിലത്തേക്ക് ആവശ്യമായ ഡീസൽ ടാങ്കറിലുണ്ട്, അത് കൊണ്ടുപോവാ. എന്താ ഇവിടെ ഇപ്പൊ സംഭവിച്ചത്? എന്താ? ഈ വണ്ടിയുടെ എണ്ണ തീർന്നു പോയി. അപ്പൊ നിങ്ങൾ 2-3 പമ്പിലത്തേക്കുള്ള എണ്ണയില്ലേ? കൊണ്ട് കാര്യമുണ്ടോ? കിടക്കേണ്ട അടുത്ത് വേണ്ടേ? ഈ കിടക്കേണ്ട ടാങ്കിൽ ഒരു അല്പം ഉണ്ടെങ്കിലല്ലേ വണ്ടി ഓടി അവിടെ എത്തുള്ളൂ. വീട്ടില് ഖുർആനുണ്ട്, വീട്ടില് തസ്ബീഹുണ്ട്, പള്ളിയുടെ അടുത്താണ്, പള്ളിയുടെ ദൂരാണ്, വാപ്പ ഹാജിയാരാണ്, ഉമ്മ തങ്ങളാണ്, ചേട്ടത്തി ജിന്നുമ്മാണ്. ഇതൊന്നും ഒരു ക്വാളിറ്റിയേ അല്ല. നിന്റെ കയ്യിൽ എന്തുണ്ട്? ഖബറിനകത്ത് ചോദിക്കുന്ന മൻ ഇമാമുക്കാന്നല്ലേ, അല്ലാതെ മൻ ഇമാമു അബീക്ക, നിന്റെ വാപ്പാടെ ഇമാമാരെന്ന് ചോദിക്കൂലല്ലോ. ഏതെങ്കിലും ഖബറിനകത്ത് അങ്ങനെ ചോദിക്കും? നമ്മൾ പഠിച്ചിട്ടുണ്ടോ? മൻ ഇഖ്വാനുക, നിന്റെ മൻ ഇഖ്വാനു ഉമ്മിക്ക, നിന്റെ ഉമ്മയുടെ സഹോദരങ്ങളാരാ എന്നല്ലല്ലോ ചോദിക്കുന്നത്. മൻ ഇഖ്വാൻ, മൻ റബ്ബു അബീക, നിന്റെ വാപ്പാടെ റബ്ബാരാ, അതല്ല ചോദ്യം. മൻ റബ്ബുക, നിന്റെ റബ്ബാരാ. അതിന് നമ്മൾ മറുപടി കണ്ടെത്തണം. അതുകൊണ്ട് നമ്മുടെ കയ്യിൽ സൽക്കർമ്മം ഉണ്ടാകണം. എങ്കിലേ കുടുംബ ബന്ധം കൊണ്ട് കാര്യമുള്ളൂ. ദീനിയായ ഒരു അന്തരീക്ഷം നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കണം.
അള്ളാഹു അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ ഒരു കാര്യം കൂടി എന്റെ പ്രിയപ്പെട്ടവരോട് പറയാം. വഞ്ചിതരാകാതിരിക്കാൻ വേണ്ടി ഞാൻ പറയാം, വഞ്ചിതരായി പോകാതിരിക്കാൻ വേണ്ടി ഞാൻ പറയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ ഹാത്തമുൽ അസം റളിയല്ലാഹു തആല അൻഹു നടത്തിയ ഒരു ഉപദേശം അതും കൂടെ പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്ത് ഒരുപാട് തുടങ്ങിയ സമയത്ത് നിർത്തും. ഇൻഷാ അല്ലാഹ് 10:45 ദുആ ചെയ്ത് പിരിയാം. നാളെ ശംസുദ്ദീൻ മന്നാനിയാണ്, നല്ല പ്രഭാഷകനാണ്, നല്ല യുവത്വത്തിന്റെ പ്രതീകമാണ്, നിറമുള്ള യൗവനം തന്നെയാണ് വിഷയം. പിന്നെ മരണവും മരണാനന്തര ജീവിതവും ഒക്കെ ഇൻഷാ അല്ലാഹ് അവസാനത്തെ ദിവസം. പിന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട മുത്തുകോയ തങ്ങൾ അല്ലേ, മുത്തുകോയ തങ്ങൾ മുമ്പ് വന്നിട്ടുണ്ടോ? ലജനത്തുൽ മൗലവിയുടെ സംസ്ഥാന പ്രസിഡന്റ്. നന്നായിട്ട് പ്രസംഗിക്കുകയും ചെയ്യും, നന്നായിട്ട് ദുആയും നിർവഹിക്കും. ഒന്നും അല്ലെങ്കിൽ കാണാനും ഉണ്ടല്ലോ, സ്നേഹം നിറഞ്ഞു നിൽക്കുകയും ചെയ്യും. അപ്പൊ ഇൻഷാ അല്ലാഹ് എന്റെ ഏറ്റവും അടുത്ത സ്നേഹിതനാണ്. അല്ലാഹു തആല ആ ഒരു ബന്ധം നിലനിർത്തട്ടെ. വലിയ സ്നേഹമാണ് ബഹുമാനപ്പെട്ട സയ്യിദ് മുത്തുക്കോയ തങ്ങളും ഈ വിനീതനും. ഒരുപാട് കാര്യങ്ങൾ നമ്മളുമായിട്ട്, ഒരുപാട് കാര്യങ്ങൾ അള്ളാഹുമായിട്ട്, അള്ളാഹു നമുക്ക് മാത്രം അറിയുന്ന ഒരുപാട് വിഷയങ്ങൾ, നമുക്ക് ഒരു സൗഹൃദത്തിനപ്പുറത്ത് എന്തെങ്കിലുമൊക്കെ ഒരു വിഷമം ഉണ്ടായാൽ ചെന്ന് പറയാൻ പറ്റുന്ന നിലയിൽ വലിയൊരു സ്നേഹമുള്ളൊരു മനുഷ്യനാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല അദ്ദേഹത്തിന്റെയും നാളുകളിൽ നടക്കുന്ന പ്രസംഗങ്ങളൊക്കെ നമ്മുടെ നാടിനെ ഉപകരിക്കുന്നതാക്കട്ടെ. ഇന്നലെയും നടന്ന പ്രസംഗങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉപകാരപ്രദമാക്കി അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. 4 കാര്യങ്ങളോടെ ഞാൻ പറയാം ഇൻഷാ അല്ലാഹ്, പെട്ടെന്ന് അവസാനിപ്പിച്ചേക്കാം. ശ്രദ്ധയോടെ കേട്ടോളി. അതിനിടയിൽ ഇൻഷാ അല്ലാഹ് ബക്കറ്റ് കൊണ്ടുവന്നേ, ബക്കറ്റ് എടുത്തോ? വേറെ ഒരു കളക്ഷനും ഇല്ല, ആകെയുള്ളത് ഈ ബക്കറ്റാണ്. നിങ്ങൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു ഹദിയ കയ്യിൽ വെക്കുക. ബക്കറ്റ് വരുമ്പോ ഇങ്ങ് പരി ഉദ്ഘാടനം ചെയ്യട്ടെ. ഈ മൂപ്പര് അന്ന് ഉണ്ടായിരുന്നല്ലേ, ഞാൻ 4 കൊല്ലത്തിന് മുമ്പ് വരുമ്പോ 5 എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ അന്ന് അവിടെ ആ സ്റ്റേജ് അവിടെ നിന്ന് ഇങ്ങനെ എങ്ങോട്ടായിരുന്നു, കോവിഡിന് മുമ്പ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു എല്ലാവർക്കും അർഹമായ കൂലി തരട്ടെ. നമ്മുടെ നിയ്യത്ത് അല്ലാഹു സ്വീകരിക്കട്ടെ. ഹാത്തമുൽ അസം റളിയല്ലാഹു അൻഹുവിന്റെ ആ 4 ഉപദേശങ്ങൾ കൂടെ പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്ത് പിരിയാം. ആരെയും ഇരുത്തി ബുദ്ധിമുട്ടിക്കില്ല. 2 മണിക്കൂർ ഇൻഷാ അല്ലാഹ് ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകാത്ത നിലയിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് പറഞ്ഞ് ദുആ ചെയ്ത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഹാത്തമുൽ അസം റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ ഉപദേശിക്കുകയാണ്. ഒരിക്കലും നമ്മൾ ഊറ്റം പറഞ്ഞു ഒന്നും നമ്മൾ ഈ ജീവിതത്തിൽ നമുക്കില്ലാത്ത ഒരു കാര്യത്തിന്റെ പേര് ഏതെങ്കിലും ഒക്കെ പാരമ്പര്യം പറഞ്ഞ് കുടുംബത്തിന്റെ കഥ പറഞ്ഞുകൊണ്ട് അതെല്ലാം നേടിയെടുക്കാമെന്നുള്ള വ്യാമോഹം വേണ്ട. ഹാത്തമുൽ അസം റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്തെന്നറിയോ? ലാ തഗ്തറ ബിമകാനിൻ സാലിഹീൻ. നീ നല്ല ഒരു സ്ഥലത്താണ് നിൽക്കുന്നതെന്ന് കരുതിയിട്ട് നീ വഞ്ചിതനായി പോകരുതേ. ഏറ്റവും നല്ല സ്ഥലത്താണ് നീ നിൽക്കുന്നത്. അതുകൊണ്ട് നിന്റെ നാട് അറിയപ്പെട്ട നാടാണ്, നിന്റെ നാട് ഏറ്റവും നല്ല നാടാണ്. അതിന്റെ പേരിൽ നീ അഭിമാന പുളകിതനായി നീ വഞ്ചിതനാകരുതേ. നല്ല നാടായാലും നിനക്ക് അമല് വല്ലതുമുണ്ടോ? എന്നിട്ട് മഹാനായ ഹാത്തമുൽ അസം തങ്ങൾ പറയുകയാണ്, സ്വർഗത്തെക്കാൾ ഏറ്റവും നല്ല സ്ഥലം വേറെയുണ്ടോ? ഏറ്റവും നല്ല സ്ഥലം ഏതാണ്? സ്വർഗമല്ലേ? ഏറ്റവും നല്ല സ്ഥലം ഏതാണ്? സ്വർഗമല്ലേ? കൈകൊണ്ട് തൊട്ടാൽ പൊട്ടിച്ചിരിക്കുന്ന മണിവീണ കമ്പികളുടെ നാഥം കൊണ്ട് മുഖരിതമായ തസ്നീമിന്റെ സൽസബീലിന്റെ സ്വർഗമുണ്ടല്ലോ. ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത നയനാനം പകരോ, ഒരു കാതും കേട്ടിട്ടില്ലാത്ത കർണാനം പകരോ, ഒരു ഹൃദയത്തിൽ ഉദിക്കാത്ത ഹൃദ്യമായ സ്വർഗമുണ്ടല്ലോ. ആ സ്വർഗത്തെക്കാൾ ഏറ്റവും വലിയ അഭികാമ്യമായ സ്ഥലം വേറെയില്ല. പക്ഷേ ആത്തമുട്ടങ്ങൾ പറയുകയാണ്, പക്ഷെ അവിടെ വെച്ചല്ലേ ആദം നബി അലൈഹിസ്സലാമിനെ തെറ്റുപറ്റിയത്.
സ്വർഗത്തിലാണ് നീ. ഒന്നും സംഭവിക്കാനില്ലെന്ന് കരുതരുത്. കാരണം സ്വർഗത്തെക്കാൾ ഏറ്റവും നല്ല സ്ഥലം വേറെ ഇല്ല. ആ സ്വർഗത്തിൽ വെച്ച് ആദം നബിക്ക് നേരിടേണ്ടി വന്നത് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതുപോലെ ആദം നബി അലൈഹി സ്വലാമിന് തെറ്റുപറ്റിയത് എവിടെ വെച്ചാണ്? സ്വർഗത്തിൽ വെച്ചല്ലേ. അതുകൊണ്ട് ഞാൻ എരുമേലിയിലാണ്. എരുമേലി അറിയോ ഉസ്താദെ? അറിയാം. ഇതൊക്കെ നല്ലതാണ്. ചില നാടുകളെ പറ്റി പറയാറുണ്ട്. നമ്മുടെ നാടിനെ പറ്റി നിങ്ങൾക്കറിയോ? ശരിയാണ്, നല്ല നാടായിരിക്കും. ദീനിന്റെ വലിയ വലിയ മഹാന്മാര്, ദീനിന്റെ സ്ഥാപനങ്ങളുള്ള നല്ലൊരു നാടായിരിക്കും. പക്ഷെ അതുകൊണ്ട് അവിടെ ജനിച്ചു എന്നുള്ളത് കൊണ്ട് എന്ത് ഗുണം? നമുക്ക് വല്ലതും വേണ്ടേ? അതുകൊണ്ട് സ്ഥലത്തിന്റെ പേരിൽ ഒരാളും ഊറ്റം കൊള്ളേണ്ട കാര്യമില്ല, ഒരാളും അഭിമാനം കൊള്ളേണ്ട കാര്യമില്ല. കാരണം ആദം നബി അലൈഹിസ്സലാമിന് അവിടെ വെച്ചാണ് തെറ്റുപറ്റിയത്. ആദം അലൈഹിസ്സലാം തെറ്റ് ചെയ്തു എന്നാരും കരുതുന്നത് മറ്റൊരു വിഷയമാണ്. ഹസനാത്തുൽ അബ്റാരി സയ്യിആത്തുൽ മുഖറബീൻ എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്ത ആളുകൾ എന്തെങ്കിലും ചെയ്താൽ അത് സഹിക്കാൻ പറ്റില്ല നമുക്ക്. ഏറ്റവും പ്രിയപ്പെട്ടവർ എന്തെങ്കിലും ചെയ്താൽ ഒന്നും സഹിക്കാൻ പറ്റില്ല. ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കാൻ തന്നെ തീരുമാനിച്ചതാണ് നേരത്തെ. എന്താ കാരണം? ഇന്നി ജായിലും ഫിൽ അർളി ഖലീഫ, ഭൂമിയിലത്തേക്ക് വേണ്ടി ഞാൻ ഒരാളെ സൃഷ്ടിക്കുന്നല്ലേ പറഞ്ഞത്. സ്വർഗത്തിന് വേണ്ടിയിട്ടല്ലല്ലോ. അപ്പൊ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കണം. അതിനൊരു ഹിക്മത്ത്. പണ്ടൊരാൾ നടന്നു പോകുമ്പോൾ ചെറിയ വള്ളി, ആ ചെറിയ വള്ളിയിൽ വലിയ തണ്ണിമത്തൻ, വാട്ടർമിലൻ, വലിയ തണ്ണിമത്തൻ, അതിങ്ങനെ പടർന്ന് കിടക്കുകയാണ്. അയാൾ കണ്ട് ഒരു ചെറിയ വള്ളി പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന ഒരു വള്ളിയാണ് ഈ തണ്ണിമത്തന്റെ വള്ളി. അതിൽ വലിയ തണ്ണിമത്തൻ, 5-6 കിലോ ഉള്ള തണ്ണിമത്തൻ ഉണ്ട്. ഇയാൾ നടന്നു പോയിട്ട് ക്ഷീണം കൊണ്ട് ഒരു വലിയ മരത്തിന്റെ ചുവട്ടിൽ കിടന്നു. ആ മരത്തിന്റെ പേര് അക്രോട്ടണ്ടി മരം എന്നാണ്. വലിയ മരം, ഭയങ്കരമായ പൊക്കം. അതിന്റെ മുകളിൽ നോക്കുമ്പോൾ കടലയുടെ വലിപ്പത്തിൽ ചെറിയ കായ്ക്കൽ. അപ്പൊ ഈ മനുഷ്യൻ ഇങ്ങനെ കിടന്നിട്ട് ചിന്തിക്കാൻ മിക്കവാറും യുക്തിവാദി വല്ലതും ആയിരിക്കും. കാരണം അങ്ങനെയാണല്ലോ. കാരണം ഈ യുക്തി ഇല്ലാത്തവന്മാരാണല്ലോ യുക്തിവാദി എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ചിന്തിച്ചു, എന്താണിത്? ചെറിയ വള്ളിയിൽ ചെറിയ കായും വലിയ മരത്തിൽ വലിയ തണ്ണിമത്തനും അല്ലേ യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ടത്? ചെറിയ വള്ളിയിൽ വലിയ തണ്ണിമത്തനും വലിയ മരത്തിന്റെ മുകളിൽ ചെറിയ കായും ദൈവത്തിൽ കൊടുത്ത് വട്ടുണ്ടോ? എന്താ ഇങ്ങനെ എന്നൊക്കെ ചിന്തിച്ചപ്പോ ഒരു കാറ്റടിച്ചു. മുകളിൽ നിന്നൊരു കായ വന്ന് ഇയാളെ തലയിൽ വീണു കിടക്കല്ലേ. അപ്പൊ ഇയാൾ എണീറ്റിട്ട് പറയാ, ദൈവത്തെ സമ്മതിക്കണം. കാരണം ഈ വലിയ മരത്തിന്റെ മുകളിൽ തണ്ണിമത്തനങ്ങാനും ആയിരുന്നെങ്കിൽ തല കാണൂലായിരുന്നു. ദൈവം എത്ര ഹിക്മത്തുള്ളവനാണ്. നമ്മുടെ ശരീരം ഒന്ന് നോക്കിയ സഹോദരങ്ങളെ, എന്റെ കണ്ണ് രണ്ടും പുറകിലാണെന്ന് നിങ്ങൾ ചിന്തിക്കും. വാക്കിയൊക്കെ അങ്ങനെ തന്നെ. എന്റെ നല്ല എല്ലാവരുടെയും അങ്ങനെയാണെന്ന് കരുതിക്കോ. നമ്മളിങ്ങനെ പ്രസംഗിച്ചോണ്ട് നിന്നിട്ട് ആളുകൾ ഉണ്ടോ ഇല്ലേ നോക്കാൻ വേണ്ടി തിരിഞ്ഞു നോക്കണ്ടേ? എങ്കിലല്ലേ കാണാൻ പറ്റുള്ളൂ. വായ മുതുകത്തായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? ഭക്ഷണം എടുത്ത് ഉരുട്ടിയിട്ടും ബാഗിലൂടെ കൊണ്ടുപോകണ്ടേ? ഇതെല്ലാം പോട്ടെ, കോവിഡ് വന്നല്ലോ. കോവിഡ് വന്നപ്പോ നമ്മൾ ഏറ്റവും വലിയ സുരക്ഷാ കവചം വലയം തീർത്ത് നമ്മൾ ഓരോരുത്തരും സംരക്ഷിക്കപ്പെട്ടു എന്ന് നമ്മൾ കരുതുന്നു. അതെന്തുകൊണ്ടാ? മാസ്ക് അല്ലേ. ഈ ചെവി ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ എങ്ങനെ മാസ്ക് തൂക്കും? ആണിയടിച്ച് തൂക്കാൻ കലണ്ടർ അല്ലല്ലോ. ഈ മാസ്ക് തൂക്കാൻ ഈ ചെവി അല്ല ഇവിടെ അല്ല തന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ? കണ്ണിന് കാഴ്ച കുറഞ്ഞവർ, തിമിരം ബാധിച്ചവർ ഈ കണ്ണട വെച്ചിട്ട് കണ്ണടയുടെ 2 കാലും എടുത്ത് ഇവിടെ കൊളുത്തുന്നു. അള്ളാഹു എത്ര സംവിധാനിച്ചു നമ്മളെ നോക്കിയേ. അള്ളാഹു താല മനുഷ്യന്റെ ശരീരത്തെ തന്നെ അള്ളാഹു സംവിധാനിച്ചത് എത്ര ഉദാത്തമായിട്ടാണ്. കണ്ണിൽ പെട്ടെന്നൊരു സാധനം വീടില്ല. നിങ്ങൾക്കറിയോ? എല്ലാവരുടെ ഈ നെറ്റിയുടെ താഴ്ഭാഗം ഉണ്ടിരിക്കുകയാണ്. നെറ്റിയുടെ താഴ്ഭാഗം അല്പം തള്ളിയിരിക്കുകയാണ്. ചെന്നിട്ട് നോക്ക് കണ്ണാടിയിൽ. എന്നിട്ട് പറ, അല്ലാഹുമ്മ ഹസ്സൻ ഖുലുഖി കമാ ഹസ്സൻത ഖൽഖി. എത്ര നല്ല സെട്ടിപ്പ്, സ്വഭാവം കൂടെ നന്നാക്കി തവടച്ചോ. അങ്ങനെ ദുആ ചെല്ലേണ്ടത്. കണ്ണാടി നോക്കുമ്പോൾ ചെല്ലേണ്ട ദുആ അതാണ്. അല്ലാഹുമ്മ ഹസ്സൻ ഖുലുഖി കമാ ഹസ്സൻത ഖൽഖി. നല്ല ചേല, പക്ഷെ ഹൃദയം കൂടെ നന്നാക്കി താ തമ്പുരാനെ. ഈ നെറ്റിയുടെ താഴ്ഭാഗം പൊന്തി നിൽക്കുകയാണ്. ഒരു സാധനം മോളിൽ നിർത്തിട്ടാലും കണ്ണിലൊന്നും വീഴൂല. ഇനി കണ്ണിൽ വീണെന്നിരിക്കട്ടെ. അപ്പോഴോ അല്ലാഹു താല വൈപ്പർ സംവിധാനം വെച്ചു. പോളകൾ തമ്മിൽ പെട്ടെന്ന് അടയും. ആരും പറയേണ്ട, നേരത്തെ എഴുതണ്ട. ഒരുത്തൻ
തന്നെ കണ്ണി കുത്തി നോക്ക്, ഞാൻ എന്താ കുത്താൻ പോകണം, നീ കണ്ണടച്ചോന്ന് പറയണ്ടല്ലോ, അങ്ങനെ കൊണ്ടു ചെല്ലുമ്പോഴേ അടച്ചോളും, ഓട്ടോമാറ്റിക്. ആ കണ്ണങ്ങടയുന്നു. ഇനി അതിനെയും അവഗണിച്ചുകൊണ്ട് എന്തെങ്കിലും വീണാലോ അല്ലാഹു തആല അതിനകത്ത് ഉപ്പ് രസമുള്ള ദ്രാവകത്തെ സംവിധാനിച്ചു. കണ്ണുനീരെന്ന് നമ്മൾ അതിനെ വിളിക്കുന്നു. പെട്ടെന്ന് ഉപ്പിന്റെ പ്രത്യേകത എന്താ? ഉപ്പിട്ട സാധനം എത്ര നാൾ കഴിഞ്ഞാലും നശിക്കില്ല. കടലിൽ എത്ര ടൺ മാലിന്യങ്ങളാ വന്ന് വീഴുന്നത്. എന്താ കടലിലെ വെള്ളം ശുദ്ധിയാവാൻ കാരണം എന്താണ്? കടലിൽ ഉപ്പ് രസം ഉള്ളത് കൊണ്ടാണ്. അപ്പൊ ഉപ്പ് രസം അല്ലാഹു കണ്ണിന് തന്നിട്ട് അതിനെ പെട്ടെന്നൊന്ന് കഴുകി എന്ത് ചെയ്യുന്നു? പുറത്തേക്ക് എടുത്ത് കളയുന്നു അല്ലാഹു തആല. എത്ര സംവിധാനം, എത്ര സംവിധാനം! അല്ലാഹു തആല നമുക്കെല്ലാം പ്രിയപ്പെട്ടവരെ എല്ലാം അല്ലാഹു തആല രണ്ടെണ്ണം തന്നു. ഒരു കൈ പോയ അടുത്തൊരു കൈയുണ്ട്, 2 കിഡ്നി. മഅദനി ഉസ്താദിന് ഡയാലിസിസ് നടന്നുകൊണ്ടിരിക്കാൻ അതീവ ഗുരുതരാവസ്ഥയാണ്. അല്ലാഹു തആല ശിഫ കൊടുക്കട്ടെ. നിങ്ങൾ ആത്മാർത്ഥമായി ദുആരക്കി. ബഹുമാനപ്പെട്ട മഅദനി ഉസ്താദ് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റിൽ ഇന്ന് അഡ്മിറ്റായി. ഡയാലിസിസ് ചെയ്യാൻ പാടില്ല എന്ന് ഡോക്ടർ പറയുന്നു. ഡയാലിസിസ് ചെയ്യാതിരിക്കാൻ ഒരു കാരണവശാലും പറ്റില്ല എന്ന് അതേ ഡോക്ടർ തന്നെ പറയുന്നു. ഡയാലിസിസ് കഴിഞ്ഞു, ക്ഷീണിതനാണ്. ബഹുമാനപ്പെട്ട മഅദനി ഉസ്താദിന് അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. കിഡ്നി 2 അല്ലാഹു തന്നു. ഒന്ന് പോയാ ഒന്നുണ്ട് അല്ലേ? കരള് മുറിച്ചാലും വീണ്ടും വളരും. കണ്ണൊന്ന് പോയാ ഒന്നുണ്ട്. കുഴപ്പം പിടിച്ചതൊക്കെ ഒന്നേ ഉള്ള വന്നിട്ടുള്ളൂ. നാക്കൊന്നല്ലേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല ഉത്കൃഷ്ടമായ ഉദാത്തമായ നിലയിലാണ് നമ്മളെ പടച്ചത്. ഇത് പറഞ്ഞതെന്തിനെന്നറിയോ സഹോദരങ്ങളെ? അല്ലാഹു ഹിക്മത്തുള്ളവനാണ്. അതുകൊണ്ടാണ് പടച്ചതമ്പുരാൻ ഭൂമിയിലേക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരെ അല്ലാഹു സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോയി. ഇത് നിങ്ങളുടെ തറവാടാണ്, ഇവിടേക്ക് വരേണ്ടതാണ്, ഇതിന്റെ അനുഭൂതി ഇതാണെന്ന് കാണിച്ചു കൊടുത്തിട്ട് നേരെ കൊണ്ടുവന്നു. എങ്ങനെ കൊണ്ടുവരും? ഈ സുഖശുദ്ധിയിൽ നിന്ന്, സുഖാഡംബരങ്ങളിൽ നിന്ന്, ഈ വേദനയുടെ പ്രയാസത്തിന്റെ നാട്ടിൽ എങ്ങനെയാണ് അല്ലാഹു കൊണ്ടുവരിക? അതിനുള്ള ഒരു ഹിക്മത്ത് ചെയ്തു. ആ മരത്തിന്റെ അടുത്ത് പോകരുതെന്ന് പറഞ്ഞു. പോകേണ്ടി വന്നു, പറിക്കേണ്ടി വന്നു, തിന്നേണ്ടി വന്നു. ആ സമയത്ത് അല്ലാഹു നേരെ ഭൂമിയിൽ കൊണ്ടുവന്നു. അതുകൊണ്ട് നല്ല സ്ഥലത്താണ് ഞാൻ ഉള്ളതെന്ന് പറഞ്ഞ് ഹുങ്ക് നടിച്ചിട്ട് പാരമ്പര്യത്തിന്റെ ഊറ്റം പറയണ്ട കേട്ടോ. കയ്യിൽ വേണം നമുക്ക്. ഇനി രണ്ടാമതൊരു മനുഷ്യൻ ഊറ്റം കൊള്ളുന്ന മറ്റൊരവസരമുണ്ട്. എപ്പോഴെന്നറിയോ? ആബിദാണ്. ഞാൻ എപ്പോഴും തഹജ്ജുദ് നിസ്കരിക്കുന്നവളാ, ഞാൻ ളുഹാ നിസ്കരിക്കുന്നവളാ, പരിശുദ്ധ ഖുർആൻ റമളാനിലെ 5 ഖത്തം ഞാൻ തീർക്കുന്നവളാ. ഇതൊക്കെ പറഞ്ഞിട്ട് ഇബാദത്തിന്റെ വിഷയത്തിൽ നീ ഹുങ്ക് നടിക്കല്ലേ. കാരണം എന്തെന്നറിയോ? ഫഇന്ന ഇബ്ലീസ ബഅദ തൂലിൽ ഇബാദത്തി ലഖിയ മാ ലഖിയ. ലോകത്തെ ഏറ്റവും വലിയ ആബിദാരായിരുന്നെന്നറിയോ? സാക്ഷാൽ ഇബ്ലീസ്. ഏറ്റവും നല്ല ആബിദായിരുന്നു ഇബ്ലീസ്. എന്ത് പറ്റി? ഇബ്ലീസ് ഏറ്റവും വലിയ ആബിദല്ലേ? വലിയ സൂക്ഷ്മതയുള്ള ആളായിരുന്നു. പടച്ചോൻ പറഞ്ഞു ആദമിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ. ഇബ്ലീസ് പറഞ്ഞു, പടച്ചോനെ നീ ഖാലിഖാണ്, നിന്റെ മുമ്പിൽ ചെയ്യുന്നുണ്ട്, ചെയ്യും. ഇവൻ മഖ്ലൂഖാണ്, ചെയ്യൂല. തൗഹീദ് തന്നെ പറഞ്ഞത്, പക്ഷെ അനുസരണ ഇല്ലാതായി പോയി. കാര്യം പറഞ്ഞ തൗഹീദ, നീ ഖാലിഖാണ്, നിനക്ക് ചെയ്യും. മഖ്ലൂഖാണ്, ചെയ്യൂല. പറഞ്ഞത് തൗഹീദ, പക്ഷെ പിഴച്ചത് എവിടെ? അനുസരണക്കേട് കാണിച്ചപ്പോ. അതുകൊണ്ട് അനുസരണക്കേട് ഉണ്ടാവാൻ പാടില്ല, പിഴച്ചു പോകും. ആ ഇബ്ലീസിന് ഈ വലിയൊരു ദുരന്തം ഉണ്ടായി. ഇബ്ലീസിന്റെ പേര് കേൾക്കുമ്പോൾ നമ്മൾ എന്താ മിണ്ടാതിരിക്കുന്നത്? ഒരർത്ഥത്തിൽ നല്ലതാ. കാരണം എന്താണെന്നറിയോ? ഒരാൾ രാവിലെ നടക്കാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഒരാൾ വന്നിട്ട് ചോദിച്ചു, ഞാനിവിടെ കൂടിക്കോട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ ആഗതനും ഇയാളും കൂടി രണ്ടുപേരും നടന്ന് ഇങ്ങനെ വരികയാണ്. വന്നോണ്ടിരിക്കുന്ന കൂട്ടത്തില് സമയം ഒരുപാട് കഴിഞ്ഞു, രാത്രിയായി. കിടക്കാൻ വേണ്ടി ഈ നടന്നു വന്ന ആള് പായ വിരിച്ചു. അപ്പൊ ഈ ആഗതനായ രണ്ടാമൻ പറഞ്ഞു, ഞാൻ ഇവിടെ നിൽക്കുന്നില്ല, പോവുക. അപ്പൊ ചോദിച്ചു, അല്ല നീ ഇതുവരെ ആരാന്ന് പറഞ്ഞില്ലല്ലോ. അപ്പൊ വന്ന ആള് പറഞ്ഞു, ഞാൻ ഇബ്ലീസാ. അതാ നീ പെട്ടെന്ന് ഇങ്ങനെ പോകുന്നത്? എടാ, ഒരു സുജൂദ് ഒഴിവാക്കി ഞാൻ, അതും മഖ്ലൂക്കിന്റെ മുന്നില, പടച്ചോന്റെ മുമ്പിലല്ല. ആ ഒരു സുജൂദ് ഒഴിവാക്കി, അതും ഈ കാണുന്ന രീതിയിലുള്ള സുജൂദല്ല, തല ഒന്ന് കുമ്പിട്ടാ മതി, അനുസരണയുടെ സുജൂദായിരുന്നു. അത് ഒഴിവാക്കിയതിന്റെ പേരിൽ അള്ളാഹ് എന്നെ ശപിച്ചു, അവൻ എന്നെ ആട്ടി ഓടിച്ചു. നീ സുബഹി നിസ്കരിച്ചില്ല, ലോഹർ നിസ്കരിച്ചില്ല, അസർ നിസ്കരിച്ചില്ല, ഇശാ നിസ്കരിച്ചില്ല, ഇപ്പൊ കിടക്കാൻ പായ വിരിച്ചു. നീ എത്ര സുജൂദ് ഒഴിവാക്കി, അതും പടച്ചോന്. അപ്പൊ ഇനി ഒരു ശിക്ഷ വന്നാൽ നിനക്ക് എന്നെക്കാളും വലുതായിരിക്കും വരിക. ഞാൻ താങ്ങാൻ പറ്റാത്തവനാ, പോവാ എന്ന് പറഞ്ഞിട്ട് ഇബ്ലീസ് ഓടിയുന്ന നിസ്കാരം ഇല്ലാത്തവന്റെ മുമ്പിൽ. പിന്നെ എങ്ങനെ നമുക്ക് ഇബ്ലീസിന്റെ പേര് കേൾക്കുമ്പോൾ ലഅനത്തുല്ലാഹി അലൈഹി പറയാൻ പറ്റുന്നു? അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് ഇബാദത്തിന്റെ വിഷയത്തിൽ ഹുങ്ക് വേണ്ട. മൂന്നാമതൊരു മനുഷ്യനെ അഭിമാനത്തോടെ
അഹങ്കാരത്തോടെ പ്രൗഢിയോടെ ഊറ്റം കൊള്ളുന്നത് ഏത് വിഷയത്തിലെന്നറിയോ? ഇൽമിന്റെ വിഷയത്തിലാ. ഞാൻ ആരാന്നറിയോ? ഞാൻ വലിയ പണ്ഡിതനാണ്, ഞാൻ എന്റെ ശിഷ്യന്മാരാണ് അവരെല്ലാവരും എന്ന് പറഞ്ഞിട്ട് പാണ്ഡിത്യത്തിന്റെ പരമോന്നതിയിലെത്തിരിക്കുമ്പോൾ ഏറ്റവും വലിയ അഹങ്കാരത്തോടെ ഊറ്റം കൊള്ളുമ്പോ മനസ്സിലാക്കിക്കോ, എന്ന് പറയുന്ന പണ്ഡിതനിലെത്തിയ അവന് നേരിടേണ്ടി വന്നത് ചില്ലറയല്ല. തട്ടുകടയിൽ ഇരുന്നിട്ട് ലൗഹുൽ മഹ്ഫൂദിൽ എഴുതിയത് വായിക്കാനുള്ള പ്രാപ്തി അല്ല കൊടുത്തു. കൈ നീട്ടിയാൽ വലിക്കുന്നതിന് മുമ്പ് ഉത്തരമല്ല കൊടുക്കും. മൂസാ നബിയുടെ കാലക്കാരനാണ്, വലിയ പണ്ഡിതനാണ്. പക്ഷെ ദുനിയാവിന് വേണ്ടിയിട്ട് തന്റെ ആമാശയത്തിന് ആദർശത്തെ പണയപ്പെടുത്തി അല്ലാഹു ഈ മഹാപണ്ഡിതനെ പരിചയപ്പെടുത്തിയത് ഇവൻ നായയെ പോലെയാണ്, ഐരുന്നജസായ നായ പോലെയാണെന്നുള്ള പരിചയപ്പെടുത്തിയത് ഒരു മഹാപണ്ഡിതനെ പറ്റിയാ. എന്താ കാര്യം? ഭൂമി ആ ദുനിയാവില് വേണമെന്ന് ചിന്ത വരികയും തന്നിഷ്ടത്തെ അവൻ നേതാവായി അംഗീകരിക്കുകയും ചെയ്തപ്പോ അല്ലാഹു തആല നായ പോലെയാണെന്ന് പരിചയപ്പെടുത്തി വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് വലിയ ഇൽമുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ആരും അഭിമാനം കൊള്ളണ്ട, ഉള്ളിൽ നമുക്ക് ഉണ്ടാകണം. ഇനിയോ നാലാമതായിട്ട് പ്രിയപ്പെട്ടവരെ, അഭിമാനം കൊള്ളുന്ന നാലാമത്തെ കാര്യമേതെന്നറിയോ? ലാ തഗ്തർ ബിറുയത്തി സാലിഹീൻ. ഇന്ന മഹാന്റെ നാട്ടിലാണ് ഞാൻ താമസിക്കുന്നത്, അദ്ദേഹത്തിന്റെ വീടിന്റെ അടുത്താണ് ഞാനുള്ളത്. 5 നേരം പള്ളിയിൽ വെച്ച് ഞാൻ അദ്ദേഹത്തെ കാണാറുണ്ട്, ഏത് കാര്യത്തിനും എന്നെ അദ്ദേഹം വിളിക്കാറുണ്ട്. ഇങ്ങനെ പറഞ്ഞിട്ട് അടുത്തിരിക്കുന്ന ആള് മഹാനാണെന്ന് പറഞ്ഞ് നമ്മൾ ഊറ്റം കൊള്ളണ്ട. എന്തുകൊണ്ടെന്നറിയോ? അല്ലാഹുവിന്റെ മഹാനായ ഹാത്തമുൽ സമ്മതങ്ങൾ പറയാറ്, ഫലാ ശഖ്സുൻ അസ്ലഹ മിൻ റസൂലില്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിനേക്കാൾ ഏറ്റവും വലിയ മഹാന് വേറെ ആരാ? പക്ഷേ എന്റെ ശത്രുക്കളെ കൂടെ കണ്ടുകൊണ്ട് നടന്നിട്ട് ഫലം സിദ്ധിച്ചിട്ടില്ല. അബൂലഹബ് നബിതങ്ങളെ എപ്പോഴും കണ്ടു, അബൂജഹൽ നബിതങ്ങളെ എപ്പോഴും കണ്ടു. പക്ഷെ കാര്യം വല്ലതുകൊണ്ടോ? നബിയെക്കാൾ ശ്രേഷ്ഠൻ വേറെ ആരാ? പക്ഷെ അതുകൊണ്ട് പ്രയോജനമുണ്ടായില്ല. അതുകൊണ്ട് നമ്മൾ കുടുംബത്തിന്റെ ഊറ്റം പറഞ്ഞുകൊണ്ട്, കുടുംബ ബന്ധത്തിന്റെ മാഹാത്മ്യം പറഞ്ഞുകൊണ്ട് വലിയ ആളാകാൻ നിൽക്കണ്ട. പിന്നെയോ നമുക്ക് അമലുകൾ കൈവശം വേണം, നമ്മുടെ കൈവശം സൽക്കർമ്മങ്ങൾ വേണം, സുഹൃതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ആ സുഹൃതങ്ങളുമായി നമ്മൾ അല്ലാഹുവിന്റെ അടുക്കലേക്ക് പറന്നുയരണം. അപ്പോഴേ നമ്മുടെ വാപ്പയെ കൂടെ സ്വർഗ്ഗത്തിൽ കിട്ടൂ, നമ്മുടെ ഉമ്മയെ കൂടെ സ്വർഗ്ഗത്തിൽ കിട്ടൂ, നമ്മുടെ ഭാര്യയെ കൂടെ ഭർത്താവിനെ കൂടെ പൊന്നുമക്കളെ കൂടെ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ നമുക്ക് വേണോ? ജന്നാത്തു അദ്നിൻ യദ്ഖുലൂനഹാ വമൻ സലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുരിയാതിഹിം. അല്ലാഹു അങ്ങനത്തെ വിഭാഗത്തിൽ എന്നെയും നിങ്ങളെയും അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. അല്ലാഹു നാളെ സ്വർഗ്ഗത്തിൽ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ സന്താന പരമ്പരകൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മളുമായി ബന്ധപ്പെട്ടവർ സകലരെയും അല്ലാഹു നമ്മളെ സ്വർഗ്ഗത്തിൽ നമ്മളോടൊപ്പം, നമുക്ക് അവരോടൊപ്പം അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ പാറി നടക്കാൻ, ഒരിക്കലും തിരിച്ചു വരാത്ത ഖാലിദീന ഫീഹാ അബദാ ശാശ്വതമായ സ്വർഗ്ഗത്തിൽ പരിലസിക്കാൻ അല്ലാഹു ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തൗഫീഖ് തരട്ടെ.